ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്റ്റഡി വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി നമ്മൾ സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ട്, അതുപോലെ തന്നെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റഡി വ്ളോഗുകളാണിത്. ഇന്ന് രാവിലെ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു 8 മണിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടു ഡു ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഡേ എങ്ങനെ കൊണ്ടുപോകണം, നമുക്ക് എന്തൊക്കെ ടാർഗറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. ടു ഡു ലിസ്റ്റിൻ്റെ ഉപകാരം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദിവസത്തിന് അവസാനം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്രയും നമുക്ക് തീർക്കാറുണ്ട് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരാനും ഇനി നമുക്ക് കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ സ്മാർട്ടറാണ് പോകണം എന്നുള്ളൊരു ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ ആദ്യം പഠിക്കാൻ എടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് ആണ്. എത്ര പേർക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമെന്ന് പറയണേ. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, കാരണം ഒരു കമ്പനിയിലൂടെ ടച്ച് വരുന്നതുകൊണ്ട് തന്നെ. പിന്നെ മനസ്സിലായി പുള്ളിക്കാരൻ നിസ്സാരക്കാരനല്ല, പുള്ളിക്കാരന് നല്ല വെയിറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ CS എക്സിക്യൂട്ടീവിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ റിസൾട്ട്സും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ അറ്റംപ്റ്റിൽ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജീസും നിങ്ങളുടെ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറകെ ഇനി പാസ്സാകാൻ പോകുന്നവർക്കും അത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. കുറച്ചൊന്ന് പഠിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുകയാണ്, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ അത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ചിലത് നമ്മൾ അങ്ങനെയൊന്നും എഴുതത്തില്ല, ചിലത് ആൻസർ നോക്കി തന്നെ എഴുതും. പക്ഷെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അടുത്ത അറ്റംപ്റ്റ്സിലൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ റൈറ്റിംഗ് പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് മനസ്സിലാവുന്നത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ചതൊന്നും അങ്ങോട്ട് അതുപോലെ എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും. അങ്ങനെ 1.5 മണിക്കൂർ നമ്മൾ സെറ്റിംഗ് അപ്പിൻ്റെ കൂടിയിരുന്നു. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നൊന്ന് റിലാക്സ് ആയതിനു ശേഷം നമ്മൾ പിന്നെ നമ്മുടെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിലേക്ക് കടന്നു. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നല്ല പ്രിപ്പയർ ചെയ്യുക നെക്സ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്. സോ പാസ്സായ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ കൺഗ്രാജുലേഷൻസ്. പാസ്സാവാത്തവരൊട്ടും വിഷമിക്കുന്ന നെക്സ്റ്റ് അറ്റംപ്റ്റും നമുക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെസ്റ്റിനി എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കുള്ള അറ്റംപ്റ്റ് ആകുമ്പോൾ നമ്മളെ തേടി തന്നെ വന്നോളും. അപ്പോൾ അതിനെപ്പറ്റി വിഷമിക്കുക വേണ്ട. നമ്മൾ ചെയ്യാനുള്ള വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിൽ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.